പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 10-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് പരിത്യക്തരായത്? അതെ, കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒരു നാളും ഒരു കുറവും ഉണ്ടാവുകയില്ല. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവര് ഒരു നാളും അനുഗ്രഹിക്കപ്പെടാതിരിക്കുകയില്ല, അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നൈറ്റ് വിജിലുകളിൽ ഷാലോം ടിവിയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ, ഷാലോമിലേക്കൊന്ന് ഫോൺ വിളിക്കുകയോ കത്തുകൾ എഴുതി പ്രാർത്ഥന ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ അനേകർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അനേക കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അനേക രോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് ലഭിച്ച അനേകരുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് ലഭിച്ച ഏതാനും തിരഞ്ഞെടുത്ത സാക്ഷ്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ചു കേൾക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണിത്. നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ വ്യക്തി ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതെ, അവരുടെ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ, അവരുടെ വേദനകൾ, അവരുടെ രോഗങ്ങൾ സൗഖ്യമാക്കിയ കർത്താവ് നമ്മുടെ ജീവിതത്തെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയ്ക്ക് നമുക്ക് നേതൃത്വം നൽകുന്നത് ഷാലോമിന്റെ പ്രേയർ ഡിപ്പാർട്ട്മെന്റിൽ ശുശ്രൂഷ ചെയ്യുന്ന മാത്യു ജോസഫാണ്. നമുക്ക് ഈ സാക്ഷ്യങ്ങൾ വായിച്ചു കേൾക്കുകയും അതോടൊപ്പം ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് നൽകുന്ന ആനന്ദത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെല്ലാവരെയും ഈ സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മുമ്പിൽ വലിയ വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്: പിതാവ് എനിക്ക് നൽകിയവരെല്ലാം എൻ്റെ അടുത്ത് വരും. ഹല്ലേലൂയ. പിതാവിൻ്റെ പരമമായ പരിശുദ്ധമായ വിളി കിട്ടിയത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഈശോയുടെ അടുത്ത് ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം വീണ്ടും തുടരുകയാണ്: എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ തരുന്ന ഈ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ മുമ്പിലായിരിക്കാം. എൻ്റെ അടുക്കൽ വരുന്നവനെ, അവൻ പാവിയാണെങ്കിലും കുറവുകളുണ്ടെങ്കിലും വിശ്വാസത്തിൽ ഒത്തിരി ആഴപ്പെട്ടിട്ടില്ലെങ്കിലും അയോഗ്യതകളോട് കൂടെയാണെങ്കിലും ഈശോ പറയുകയാണ്: ഞാൻ നിന്നെ തള്ളുകയില്ല, ഞാൻ നിന്നെ അവഗണിക്കുകയില്ല. ഈ ഉറപ്പ് നൽകുന്ന നമ്മുടെ കർത്താവിനെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഓരോ സാക്ഷ്യങ്ങളിലൂടെയും നമ്മളോട് സംസാരിക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഞാൻ ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും അവിടുന്ന് എനിക്ക് ഉത്തരമാണെന്ന് ഈ സാക്ഷ്യത്തിലൂടെ അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ, ഭാവിയെക്കുറിച്ചാകാം, മക്കളെക്കുറിച്ചാകാം, നമ്മുടെ സാമ്പത്തിക മേഖലയെക്കുറിച്ചാകാം, അതിന് ഉത്തരം യേശുവാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഇപ്പോൾ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സമാനമായ സാക്ഷ്യങ്ങൾ വായിച്ചു കേൾക്കുമ്പം എന്നെയും എൻ്റെ ദൈവം തൊടുമെന്ന ബോധ്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താനും നമ്മുടെ നിയോഗങ്ങൾ കർത്താവിൻ്റെ മുമ്പിലേക്ക് ഉയർത്താനും നമുക്ക് പരിശ്രമിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യത്തെ സാക്ഷ്യം നമ്മൾ വായിക്കുക കോട്ടയത്ത് നിന്ന് സുജ എഴുതിയ സാക്ഷ്യമാണ്. എനിക്ക് 2 മാസമായി ബ്ലീഡിങ് ആയിരുന്നു. ഡോക്ടറിനെ കണ്ടു, സ്കാൻ ചെയ്യുവാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്താണ്
എനിക്ക് ഒക്ടോബർ മാസത്തിലെ ഷാലോം ടൈംസ് കിട്ടുന്നത്. അതിലൊരു സഹോദരിയുടെ സാക്ഷ്യമുണ്ടായിരുന്നു. നൈറ്റ് വിജിലിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവരുടെ യൂട്ടസിലുണ്ടായിരുന്ന 7 മുഴകൾ മാറിയതായിട്ടായിരുന്നു ആ സാക്ഷ്യം. ഞാനും ഇടയ്ക്ക് നൈറ്റ് വിജിൽ ശുശ്രൂഷ കാണുന്ന വ്യക്തിയായിരുന്നു. ഞാനും എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ഈ അസുഖം മാറ്റി തന്നാൽ ഞാനും സാക്ഷ്യം എഴുതി അറിയിക്കുമെന്ന് ഞാൻ അവിടുത്തോട് പ്രതിജ്ഞ ചെയ്തു. തുടർന്നുള്ള 2 മാസത്തെ ശുശ്രൂഷയിൽ, നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ അവർ ആത്മാർത്ഥമായിട്ട് പങ്കെടുത്തു. അതിനുശേഷം വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു മുഴകളുമില്ല, ഒരു കുഴപ്പവുമില്ല. കർത്താവ് എന്നെ പൂർണ്ണമായും ബ്ലീഡിങ്ങിൽ നിന്നും മുഴയിൽ നിന്നും സൗഖ്യപ്പെടുത്തിയെന്നവർ പറയുകയാണ്. അത്ഭുതകരമായി ഈ പ്രവൃത്തി ചെയ്ത ദൈവത്തെ അവർ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർത്തി അവിടെ ഓരോരുത്തരും രോഗങ്ങളെ തൊടുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ സഹോദരിക്ക് കർത്താവ് കൊടുത്ത അത്ഭുതകരമായ ഈ രോഗസൗഖ്യത്തെ ഓർത്ത് നമുക്ക് മനമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നീ ഇന്നും പ്രവർത്തിക്കുന്നവനാണ് ഞങ്ങൾ ഏച്ചു പറയുന്നു. നീയാണ് നല്ലവനെന്ന് ഞങ്ങൾ ഏച്ചു പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആരാധന ദൈവമേ, നിന്റെ സ്നേഹമോർത്ത് ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവവല്ലഭൻ അങ്ങേപ്പോലെ മറ്റാരുമില്ല. ബോധ്യത്തോടെ പാടാം, നീ നല്ലവൻ, ചേർന്ന് പാടാം. സർവവല്ലഭൻ അങ്ങേപ്പോലെ മറ്റാരുമില്ല. ഈശോയെ ഞങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി വീശി ഹല്ലേലൂയ, പരിശുദ്ധ ത്രിത്വത്തെ കണ്ടുകൊണ്ട് ദൈവമേ നന്ദി പറയുന്നു. ലോകം മുഴുവനിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. ഗ്ലോറി, സ്തോത്രം, സ്തോത്രം. ചേർന്ന് പാടുന്നു. ജീസസ്, അങ്ങേപ്പോലെ മറ്റാരുമില്ല. നീ നല്ലവൻ, കർത്താവേ, സർവവല്ലഭൻ അങ്ങേപ്പോലൊരു അങ്ങേപ്പോലെ ദൈവമില്ല. മറ്റാരുമില്ല. ജീസസ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനെ പോലെ മറ്റൊരു ദൈവമില്ല. നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി മരിച്ച, നമുക്ക് വേണ്ടി സ്വർഗം തുറന്നു തന്ന, പാവികളെ തൻ്റെ മാറിൽ ചേർത്ത യേശു ക്രിസ്തുവിനെ പോലെ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ സാക്ഷ്യം മുണ്ടക്കയത്ത് നിന്ന് ജിൻഡുമോൾ ജോണിൻ്റെതാണ്. ഒരു ജോലിയില്ലാതെ ബുദ്ധിമുട്ടിയ, നൈറ്റ് വിജിലിലൂടെ പ്രാർത്ഥിച്ച് ഒരു ജോലിയിലേക്ക് ദൈവം ശക്തമായ രീതിയിൽ എടുത്തുയർത്തിയ ഒരു സഹോദരിയുടെ സാക്ഷ്യമാണിത്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ശ്രവിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഞാൻ ഈ കത്തെഴുതുന്നത് എൻ്റെ ഈശോ എനിക്ക് തന്ന അനുഗ്രഹത്തെ പറ്റി പറയുവാനാണ്. ഞാനൊരു MCA വിദ്യാർത്ഥിയായിരുന്നു. ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ ഷാലോം നൈറ്റ് വിജിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കോഴ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഒരു നല്ല ജോലി തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് അവർ പ്രാർത്ഥിച്ച രീതി അവർ വിശദമായിട്ട് എഴുതുകയാണ്. എൻ്റെ അമ്മ നൈറ്റ് വിജിലിൻ്റെ സമയത്ത് നിയോഗം പേപ്പറിൽ എഴുതി ബൈബിളിൽ വെച്ച് TV-ക്ക് മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 1 മാസം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ഒരു കോളേജ് അധ്യാപികയായി കർത്താവ് എനിക്ക് ജോലി തന്നു. എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ദൈവമേ, നിന്റെ കരുതലിനെ ഓർത്ത് ദൈവമേ ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വിശ്വസ്തതയെ ഞങ്ങൾ ഇപ്പോൾ പ്രഘോഷിക്കുന്നു. കരങ്ങൾ നന്നായി അടിച്ച് ഈശോയുടെ സ്നേഹം അനുഭവിച്ച് അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ. ആമേൻ. മോശെയുടെ ദൈവം സൗഖ്യമേകുന്നു. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോ. ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. സ്തോത്രം. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തോ. ഹന്നായുടെ ദൈവം കണ്ണുനീർ
ഓ ജീസസ്. രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്ത് യോഗ്യത, യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. പ്രിയപ്പെട്ടവരെ, രാവും പകലും നമ്മെ കരുതുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളുടെയും മേൽ സവിശേഷമാവിധം ശ്രദ്ധിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നിയോഗങ്ങളും അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. വീണ്ടും അടുത്ത സാക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 4 വർഷത്തോളമായി കുഞ്ഞില്ലാതെ പ്രാർത്ഥിച്ചിരുന്ന ഒരു ദമ്പതിയെ, ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ച മനോഹരമായ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്ക് ഈ സമയം ഉദരഫലം ഒരു സമ്മാനമാണെന്നും മക്കൾ ദൈവദാനമാണെന്നും തിരിച്ചറിഞ്ഞ് ജീവൻ കൊടുക്കുന്ന കർത്താവിനെ നമുക്ക് ഈ ശുശ്രൂഷയുടെ സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ലിസമ്മ ജോസഫ്, ആലപ്പുഴ. ഒത്തിരി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ആലപ്പുഴയിലാണ് എൻ്റെ വീട്. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് 4 വർഷമായിരുന്നു. മകൾക്ക് ഇതുവരെയും ഒരു കുഞ്ഞിനെ ലഭിച്ചിരുന്നില്ല. 2012 ഡിസംബർ 6-ാം തീയതി നടന്ന നൈറ്റ് വിജിൽ ആരാധനയുടെ സമയത്ത് മക്കളില്ലാതിരുന്ന ഒരു സഹോദരി തൻ്റെ ആവശ്യം ഒരു പേപ്പറിൽ എഴുതി TV യിൽ തൊട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് കുഞ്ഞിന് ലഭിച്ചു എന്ന കത്ത് വായിക്കുന്നത് കേൾക്കുവാനിടയായി. ഒരു സാക്ഷ്യ ശുശ്രൂഷയുടെ സമയത്ത് ഒരു ദൈവിക പ്രവൃത്തിയെക്കുറിച്ച് മകൾ കേൾക്കുകയാണ്. അത് മകളുടെ വിശ്വാസത്തെ വളർത്തുകയാണ്. അത് കേൾക്കുവാനിടയായപ്പോൾ ഞാനും എൻ്റെ മകൾക്ക് വേണ്ടി നിയോഗമെഴുതി TV യുടെ മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ യേശു എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ആ മാസം തന്നെ അവൾ ഗർഭിണിയാവുകയും ആഗസ്റ്റ് 12-ാം തീയതി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഞാനും എൻ്റെ കുടുംബവും 1000 നന്ദി പറയുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. നിന്റെ പ്രവൃത്തികൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, മഹത്വം കർത്താവേ, ജീവന്റെ മേൽ അധികാരമുള്ളവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിളിച്ചുവല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ, അവൻ നമ്മെ വിളിച്ചുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവരുള്ളവർ, അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവരുള്ളവർ, അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ജയമുള്ളത്. അവൻ വല്ലവനല്ലോ, സ്തുതിയെന്നും അവന്. അവിടുത്തെ കണ്ടുകൊണ്ട് ദൈവമേ, അവൻ വല്ലവനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലവനല്ലോ, സ്തുതിയെന്നും അവന്. ഹല്ലേലൂയ. ദൈവമേ, ആരാധന. കർത്താവിൻ്റെ വചനം പറയുകയാണ്, രക്ഷിക്കുവാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. ലോകത്തിൻ്റെ ഏത് കോണുകളിൽ നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും നമ്മുടെ കർത്താവിന് പ്രവർത്തിക്കാൻ അതൊരു തടസ്സമല്ല. അവിടുന്ന് ഇമ്മാനുവലാണ്. അവിടുന്ന് നമ്മുടെ കൂടെ വസിക്കുന്നു. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നാം എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുവോ അവിടേക്ക് കടന്നു വരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ബോധ്യമുള്ളവർ കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗദി അറേബ്യയിൽ നിന്ന് ഗ്ലാഡി ബാബു എന്ന സഹോദരിയുടെ കത്താണിത്. 1.5 മാസം മുമ്പ് വരെ എനിക്ക് അതിയായ നടുവേദന കാരണം ഇരിക്കാനും നടക്കുവാനും ഒന്നും പറ്റുകയില്ലായിരുന്നു. അതുവരെയും ഡോക്ടറെ കാണിക്കാതെ തന്നെ വേദനയ്ക്കുള്ള ഗുളികയും തൈലങ്ങളും മാറി മാറി ഉപയോഗിച്ചുവെങ്കിലും ഒരു കുറവുമില്ലായിരുന്നു. അതിനാൽ ഒരു അസ്ഥിരോഗ വിദഗ്ധനെ കാണിച്ച് എക്സ്റേ എടുത്തു. എക്സ്റേയിൽ എല്ലിന് തേയ്മാനവും അകൽച്ചയും ഉണ്ടെന്നും ബെൽറ്റ് സ്ഥിരമായി ഉപയോഗിക്കണമെന്നും സ്ട്രേറ്റായി മാത്രം ഇരിക്കണമെന്നും ഭാരമെടുക്കരുതെന്നും നിർദ്ദേശിച്ചു. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ നൈറ്റ് വിജിലിൽ എൻ്റെ എക്സ്റേ TV യുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യദൈവത്തിന് എന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ആ രാത്രിയിലെ 5 മണിക്കൂറും കസേരയിൽ ഇരുന്നു കൊണ്ട് കണ്ണുനീര് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, പിതാവേ, അടുത്ത മാസത്തെ ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായി എനിക്ക് പരിപൂർണ സൗഖ്യം തന്നാൽ ഞാൻ ഈ സാക്ഷ്യം എഴുതിക്കൊള്ളാമെന്ന്. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു.
എനിക്കിപ്പോൾ നടുവേദന ഒട്ടുമില്ല, പൂർണ്ണമായി ഞാൻ സുഖപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നോക്കുക, ഇവരുടെ സാക്ഷ്യം. ഒരു 5 മണിക്കൂർ സമയവും, ഈ നൈറ്റ് വീലിന്റെ മുഴുവൻ സമയവും ഇവർ കസേരയിൽ ഇരുന്ന് കണ്ണുനീര് കൊണ്ട് പ്രാർത്ഥിച്ചു. അവരുടെ വാക്കുകൾ അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുനീരിന് വിലയുണ്ട്. കണ്ണുനീര് കണ്ട കർത്താവ് ആ സമയം തന്നെ കർത്താവ് ഈ മകനെ സുഖപ്പെടുത്തി അത്ഭുതകരമായ രീതിയിൽ ആ മകന്റെ ജീവിതത്തെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. ഈ അത്ഭുത സൗഖ്യം ചെയ്ത കർത്താവിനെ ഇരുകരവും ഉയർത്തി ഒരിക്കൽ കൂടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. പിതാവേ, വാഴ്ത്തുന്നു ദൈവമേ, നിന്റെ വീര്യ പ്രവർത്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഏകമനസ്സോടെ നിന്റെ തിരുനാമത്തിൽ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുനാമം ദൈവമേ രക്ഷാകര നാമമാണ് ഞങ്ങൾ ഏറ്റുപറയുന്നു. സൗഖ്യനാമമാണ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. എൻ ജീവിതത്തിലേക ആശ്രയമേ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. ഞാനൊന്ന് സ്തുതിക്കും, ഞാനൊന്ന് പാട്ടും, യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനൊന്ന് സ്തുതിക്കും, ഞാനൊന്ന് പാട്ടും, യേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. യേശുവിൻ നാമം, യേശുവിൻ നാമം, യേശുവിന്റെ നാമം, ജീവിതത്തിലേക ആശ്രയമേ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക ആശ്രയമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അല്പസമയം നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ലോക സുവിശേഷവൽക്കരണത്തിനായി, ആഗോള സഭയ്ക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. ഷാലോം മിനിസ്ട്രിക്കായി കർത്താവ് ഈ നാളുകളിൽ ഉയർത്തിയ ഈ മിനിസ്ട്രിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയെ അധികമായി വളർത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ പങ്കുവെക്കട്ടെ, കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ പ്രകടമായ ഫലങ്ങൾ ഈ നാളുകളിൽ നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷ ഓരോ ദിനവും പ്രബലപ്പെടുന്നത്, ആത്മാവിൽ ബലപ്പെടുന്നത്, ഇതിന്റെ അതിരുകൾ വിസ്തൃതമാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുനീരോടെയുള്ള ഏകമനസ്സോടെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ശക്തമായ രീതിയിൽ പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബോധ്യത്തോടെ, ആത്മാവിൽ ബലപ്പെട്ട്, ഏകമനസ്സോടെ ഈ ശുശ്രൂഷകൾക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഏകമനസ്സോടെ നമുക്ക് ഇപ്രകാരം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, സ്നേഹപിതാവായ ദൈവമേ, അവിടുന്ന് രൂപം കൊടുത്ത, വളർത്തി വലുതാക്കിയ ഷാലോം ശുശ്രൂഷയെ ഓർത്ത്, ഷാലോം മിനിസ്ട്രിയെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഈ ശുശ്രൂഷ ഇത്രത്തോളം വളർത്തുവാൻ ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച, പ്രാർത്ഥിച്ച, സാമ്പത്തികമായി സഹായിച്ച എല്ലാ ജീവിതങ്ങളെയും ഓർത്ത് ഈ രാത്രിയിൽ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ, തലമുറകൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഷാലോം ടിവി സൗജന്യമായി സംപ്രേഷണം ചെയ്യുവാൻ അവിടുന്ന് ഉപയോഗിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി DTH കണക്ഷൻ നൽകുന്ന എല്ലാ ഉടമകൾക്കും വേണ്ടി, കേബിൾ ഉടമകൾക്ക് വേണ്ടി, ജീവനക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, ഷാലോം ശുശ്രൂഷകൾ ഇത്രത്തോളം വളരുവാൻ ഇതിന്റെ പിന്നിൽ സാമ്പത്തികമായി സഹായിച്ച അനേക ജീവിതങ്ങളുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഷാലോം പീസ് ഫെലോഷിപ്പിലുള്ള എല്ലാ ജീവിതങ്ങളെയും ഓർത്ത് ഈ രാത്രിയിൽ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെ അനുഗ്രഹിച്ചാലും അവരെ സന്ദർശിക്കണമേ. ഈ രാത്രിയിൽ
അവരെ ഓർക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം പ്രസിദ്ധീകരണങ്ങൾ വായനക്കാരുടെ കരങ്ങളിൽ എത്തിക്കുന്ന എല്ലാ ഏജന്റുമാർക്ക് വേണ്ടിയും പോസ്റ്റൽ ജീവനക്കാർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന എല്ലാ ജീവിതങ്ങളെ ഓർത്ത്, ബഹുമാനപ്പെട്ട വൈദികരെ ഓർത്ത്, സന്യസ്തരെ ഓർത്ത്, അൽമായരെ ഓർത്ത്, വിവിധ കൂട്ടായ്മകളെ ഓർത്ത് നന്ദി പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വർഗം തുറന്ന് അവരെ അനുഗ്രഹിക്കണമേ. ഇരു കരവും ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, ശാലോം ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത എല്ലാ ജീവിതങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചുയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോമിന്റെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് വേണ്ടി, പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി, ടിവി ശുശ്രൂഷകൾക്ക് വേണ്ടി, ഔട്ട്റീച്ച് ശുശ്രൂഷകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെയെല്ലാം കർത്താവിന്റെ കരബലം പൂർണ്ണമായും വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം അനേക ജനതകൾ അനുഭവിച്ചറിയുവാൻ ഇടയാകട്ടെ. അനേക ജനതകൾ സത്യവിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് വരുവാൻ ശാലോം ശുശ്രൂഷകൾ വഴി അവിടുന്ന് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരവും ഉയർത്തി ലോകമെമ്പാടുമുള്ള എല്ലാ ശാലോം ശുശ്രൂഷകളിലൂടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി ലോകം മുഴുവൻ അലയടിക്കുവാൻ സ്വതന്ത്രമായി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം ശാലോം ശുശ്രൂഷകളുടെ മേൽ വീണ്ടും ചരിയണമേ. പുതിയ വാതിലുകൾ തുറക്കണമേ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കരബലം പൂർണ്ണമായും വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ തിരുസഭയിൽ നടക്കട്ടെ. ഭീയ, 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 ഭീയ. ആത്മാവേ വരിക, പ്രവർത്തിക്കുക. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. കരങ്ങളടിച്ച് ആത്മാഭിഷേകത്തിൽ ശാലോം ശുശ്രൂഷകളെ സമർപ്പിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഹോളി സ്പിരിറ്റ്, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. വിശ്വാസം പ്രാപിക്കട്ടെ. കൂട്ടമായി ചേർന്നിടട്ടെ. എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കൂടി ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട്. ആഗോള സഭയെ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും വ്യക്തികളുടെയോ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയുടെയോ ഭാഗമായി അല്ല പ്രിയപ്പെട്ടവരെ ലോക സുവിശേഷവൽക്കരണം നടക്കേണ്ടത്. സഭയിലാകമാനമുള്ള ഗ്രൂപ്പുകൾ, ധ്യാന കേന്ദ്രങ്ങൾ, സുവിശേഷ മിനിസ്ട്രികൾ എല്ലാവരും ഉണർവ് പ്രാപിക്കണം. ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് എല്ലാ ഭൂഖണ്ഡങ്ങളെയും കണ്ടുകൊണ്ട് ആഗോള സഭയെ മുഴുവൻ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് കർത്താവിന്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ലോകത്തെമ്പാടും നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനം ഓർക്കുക, എന്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ള അനേക മക്കൾ യേശുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട്
പാപത്തിന്റെയും രോഗത്തിന്റെയും പൈശാചിക ശക്തികളുടെയും അടിമത്തത്തിൽ കഴിയുന്നു. അവരെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് വീണ്ടും നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വലതുകരമുയർത്തി സ്നേഹപിതാവായ ദൈവമേ, ആഗോള സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, എല്ലാ സഭാധികാരികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുസഭയിലുള്ള എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളും ശക്തിപ്പെടട്ടെ. ഹല്ലേലൂയ. ധ്യാന കേന്ദ്രങ്ങൾ ഉണർവ് പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ നവീകരണ മുന്നേറ്റങ്ങൾക്കും വേണ്ടി, പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് വേണ്ടി പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധാരാളം സുവിശേഷ പ്രഘോഷകർ അഭിഷേകം ചെയ്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അയക്കപ്പെടട്ടെ. ഭൂഖണ്ഡങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഏഷ്യൻ രാജ്യങ്ങൾ സുവിശേഷ ശക്തിയാൽ ഉണർവ് പ്രാപിക്കട്ടെ. ഭാരതസഭ ഉണരട്ടെ. കേരള സഭയിൽ പുതിയൊരു അഗ്നിസ്നാനം സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരവും വിശ്വാസത്തോടെ സ്വർഗ്ഗസന്നിധിയിലേക്ക് ഉയർത്തി ഒരു പുതിയ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് ലോകമെമ്പാടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തുന്നത് ഭാവന കണ്ടുകൊണ്ട് പിതാവായ ദൈവത്തെ, പരിശുദ്ധ ത്രിത്വത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഫലപ്രദമായ പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലരും യേശുവിലേക്ക് വരട്ടെ. ആത്മാക്കൾ രക്ഷ പ്രാപിക്കട്ടെ. ഭാവികൾ മാനസാന്തരപ്പെടട്ടെ. തിരുസഭ ബലപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ പെന്തക്കോസ്താ ആഗതമാകട്ടെ. വേഗം പുതിയ പെന്തക്കോസ്താ ആഗതമാകട്ടെ. രാജ്യങ്ങൾ ഉണരുന്നു. പുതിയ പെന്തക്കോസ്താ പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. വേഗം പുതിയ പെന്തക്കോസ്താ യൂറോപ്പിൽ, ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ, അമേരിക്ക ഭൂഖണ്ഡത്ത്, ഏഷ്യൻ രാജ്യങ്ങളിൽ പ്ലസ് പരിശുദ്ധാത്മാവേ വരിക. ദൈവരാജ്യം വളരട്ടെ. ഓ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പിതാവേ, ജീസസ്. കണ്ണുകളെ അടച്ച് കരങ്ങൾ കൂപ്പി ഒരു നിമിഷം നമ്മുടെ അമ്മയോട് പ്രാർത്ഥിക്കാം. നല്ല അമ്മേ, മാതാവേ, ശലോമിന്റെ അമ്മേ, ഏകമനസ്സോടെ ലോകത്തിന്റെ വിവിധ കോണുകളിലിരുന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ശലോം ശുശ്രൂഷകളിലൂടെ നമ്മുടെ കർത്താവിന്റെ നാമവും കർത്താവിന്റെ രാജ്യവും കത്തിപ്പടരുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. അതോടൊപ്പം ലോകത്തെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങളുടെ മേൽ പുതിയൊരു ശക്തി വെളിപ്പെടുവാൻ അമ്മയുടെ പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ ലോകം മുഴുവനെയും തിരുസഭയെയും ശലോം മിനിസ്ട്രിയും സമർപ്പിച്ച് ഏകമനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇടതും വലതുള്ളവർക്ക് സ്തുതി കൊടുത്ത് ശാന്തമായി തുടർ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കുക.